തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി നിൽക്കുന്നതായ വേള അസ്റായീൽ അലൈഹിസ്സലാമും 500 മലക്കുകളും കടന്നു വന്നുകൊണ്ട് വലതുകാലിന്റെ ഭാഗത്ത് 250 മലക്കുകൾ തമ്പടിച്ചിട്ട് അവന്റെ വലതുകാലിന്റെ പള്ളവരലിലൂടെ 250 മലക്കുകൾ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായി ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവിനെ വലത് ഭാഗത്തിലൂടെ കൊണ്ടുവരുകയാണ്. ബാക്കിയുള്ള 250 മലക്കുകൾ 500 മലക്കുകളിൽ നിന്ന് വലത് ഭാഗത്ത് 250 മലക്കുകൾ ആത്മാവിനെ വലതുകാലിലൂടെ റൂഹിനെ പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുമ്പോ മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന രംഗം ബാക്കിയുള്ള 250 മലക്കുകൾ ഇടതുകാലിന്റെ തള്ളവരയിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക്, അവന്റെ അണ്ണനാണത്തിലേക്ക് അവന്റെ ശ്വാസങ്ങൾ മുഴുവനും ഇല്ലാതാക്കി തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി നിൽക്കുമ്പോ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ അറാഖ്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്? ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്? ദുനിയാവിൽ എനിക്ക് വിഷമം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് പ്രയാസം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് കൈക്ക് കടച്ചിൽ വരുമ്പോ, കാലിന് തരിപ്പ് വരുമ്പോ, എനിക്ക് തലവേദന ഉണ്ടാകുമ്പോ, ഞാൻ ക്യാൻസറിന്റെ വേദന കൊണ്ട് പൊളയുമ്പോ ഖുർആൻ ഓതി മന്ത്രിച്ചൂതിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആരാണ് എനിക്കൊന്ന് ഓതിത്തരാനുള്ള സൂഫിയാക്കൾ? ആരാണ് എനിക്കൊന്ന് ഓതിത്തരാനുള്ളത്? വലന്ന അന്നഹുൽ ഫിറാഖ്. വ്യക്തമായവൻ മനസ്സിലാക്കുകയാണ്, ഇതെന്റെ അവസാനത്തെ യാത്രയാണ്, മടക്കമില്ലാത്ത യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. ഇനി തന്റെ കുടുംബത്തിലേക്ക്, ഇനി തന്റെ വീട്ടിലേക്ക്, ഇനി തന്റെ നാട്ടുകാരിലേക്ക്, ഇനി തന്റെ അയൽവാസികളിലേക്ക്, ഇനി തന്റെ കുടുംബത്തിന്റെ നാഥനായി, ഇനി തന്റെ കുടുംബത്തിന്റെ രക്ഷകനായി, ഇനി മക്കളുടെ ഉപ്പയായി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭർത്താവായി ഇനി ഞാൻ വീട്ടിലേക്ക് വരുകയില്ല. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയം അവനെ തിരിച്ചറിയുകയാണ്. ഇനി നമസ്കരിക്കാൻ പള്ളിയുടെ ബാങ്ക് വിളിച്ചാൽ പോകാൻ പറ്റൂല. ഇനി ജുമഅക്ക് ആഗ്രഹിച്ചാലും, ഇനി ജമാഅത്തിന് ആഗ്രഹിച്ചാലും, ഇനി എനിക്ക് പള്ളിയിൽ മുസല്ല വിരിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ഒരു വേള പോലും നമസ്കരിക്കാൻ പറ്റൂലല്ലോ. വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്. ഇടതുകാലിന്റെ കണങ്കാലിന് മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് അവന്റെ കാല് വെച്ചുകൊണ്ട് അവൻ ഉരസുകയാണ്. വേദന കൊണ്ട് പൊളിയുന്ന രംഗമാണ്. മരണത്തിന്റെ മുഖം ഖുർആൻ വിവരിക്കുകയാണ്. തീർന്നില്ല. വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അവന്റെ നാഥന്റെ ഹദ്റത്തിലേക്ക്, അവന്റെ റബ്ബിന്റേതാകുന്ന തിരുസവിധത്തിലേക്ക് അവന്റെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ആ റബ്ബാണ് അവനെ സൃഷ്ടിച്ചത്, ആ റബ്ബാണ് അവനെ പരിപാലിച്ചത്, ആ റബ്ബാണ് അവനെ വിവാഹം ചെയ്യിപ്പിച്ചത്, ആ റബ്ബാണ് അവന് സാലിഹത്തായ ഇണയെ നൽകിയത്, ആ റബ്ബാണ് അവന് മക്കളെ അല്ലാഹു നൽകിയത്. ആ റബ്ബിനെ മറന്നുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവളല്ലയോ, സിനിമ കണ്ടുകൊണ്ട് നടന്നവനല്ലയോ, സീരിയല് ദർശിച്ചുകൊണ്ട് നടന്നു പോയവരല്ലയോ. ഇനി മടക്കമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ലാ. ജീവിതത്തിൽ അവൻ സത്യസന്ധത പുലർത്തിയിട്ടില്ല, ജീവിതത്തിൽ ഒരു സദഖയും അവൻ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നമസ്കാരം നിലനിർത്താത്തവനാണ്, പള്ളി കയറുന്നത് അറപ്പാണ്, നമസ്കരിക്കുന്നവന് ശീലമില്ലാത്തവനാണ്. കൊറോണയുടെ ഘട്ടം മുതൽ ഇന്ന് വരെ ഒരൊറ്റ ജുമാ പോലും അവൻ നമസ്കരിച്ചിട്ടില്ല. ജമാഅത്തുകൾക്ക് പരിപൂർണമായി വിമുഖത കാണിച്ചവനാണ്, നമസ്കാരങ്ങളെ വെച്ച് പിന്തിപ്പിച്ചവളാണ്, ജുമാ നമസ്കാരത്തെ വെച്ച് പിന്തിപ്പിച്ച മനുഷ്യനാണ്. നമസ്കാരങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിതത്തിന്റെ നാന്ദിക്ക് വേണ്ടി മുന്നോട്ട് പോയവനാണ്. വലാകിൻ കല്ലബ വതവല്ല.
ഈ ദുനിയാവിലെ റബ്ബിനെ കളവാക്കിക്കൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് വരുന്നവനാണ്. വാല് കേൾക്കാതെ നമസ്കാരം ചിട്ടവെക്കാതെ അള്ളാഹുവിനെ മറക്കുന്നതായ ആചാരങ്ങളുമായി മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയലുകൾ ദർശിക്കാനും തന്റെ രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കിയവന് വലാകിൻ കല്ലബ വതവല്ല ثم ذهب إلى أهله يتمطى. ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് വാചാലനാവുകയാണ്. അവനവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു നടന്നത്, അവന്റെ കുടുംബത്തിലേക്ക് അവൻ പോയിക്കൊണ്ട് പറഞ്ഞത് അഹങ്കാരത്തോടു കൂടിയാണ്. എനിക്ക് മരണമുണ്ടാവുകയില്ല, എനിക്ക് ഖബറുണ്ടാവുകയില്ല, ഞാൻ മഹ്ശറിൽ വിശ്വസിക്കുന്നില്ല. അവന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് അത്തരത്തിലായി, അവന്റെ ഫേസ്ബുക്കിൻ്റെതാകുന്ന രീതികൾ അത്തരത്തിലായി മാറി. നന്മയാർന്ന പ്രവർത്തനങ്ങളില്ലാതെ ആരെക്കുറിച്ചും മോശത്തരം കമന്റ് ചെയ്തുകൊണ്ട് മുന്നേറാനവൻ തുനിഞ്ഞവനാണ്. ആലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച് അനാവശ്യം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയവന് സുബ്ഹാനല്ലാഹ് ഔലാ ലക ഫഔലാ. അവന്റെ മുന്നിൽ വന്നുകൊണ്ട് മലക്ക് പറയുകയാണ്, നിനക്ക് ബന്ധപ്പെട്ടതാകുന്ന ശിക്ഷയാണ് ഇനി നൽകാൻ പോകുന്നത്. വല്ലാത്ത രംഗമാണ്. 500 മലക്കുകൾ കൂടി ആത്മാവിനെ വേർപെടുത്തുകയാണ്. 500 മലക്ക്, 250 മലക്ക് വലതുഭാഗത്ത്, വലതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്, ബാക്കിയുള്ള 250 മലക്ക് ഇടതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്. നീ ചിന്തിച്ചു നോക്ക്. അസ്രായിൽ അലൈഹിസ്സലാം മാത്രമല്ല, മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കാൻ 500 മലക്കുകൾ. വലതുകാലിന്റെ തള്ളവരലിന്റെ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന 250 മലക്കുകളിൽ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവരും. വലതു ഭാഗത്ത് നൂരും. ബാക്കിയുള്ള ഇടത് ഭാഗത്ത് നിൽക്കുന്ന 250 മലക്കുകൾ അവരും തുടങ്ങും ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ സക്കറാത്തിന്റെ ഹാൽ വളരെയേറെ പ്രയാസപ്പെടും. അള്ളാഹു സക്കറാത്തിന്റെ ഹാലിൽ നമുക്ക് സമാധാനം നൽകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കാനുള്ള അവസരം അള്ളാഹു നൽകട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? എന്ത് വേണം? ഈ ദുനിയാവിൽ 5 വഖത്ത് നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് അസ്രായിൽ അലൈഹിസ്സലാം കലിമ ചൊല്ലി കൊടുക്കുമെന്നാണ് ഹദീസിലുണ്ട്. ആര് കലിമലും ആര് ചൊല്ലിത്തരും? അസ്രായിൽ അലൈഹിസ്സലാം. വേറെ ആര് വന്നില്ലെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ? റൂഹ് പിടിക്കുന്ന വ്യക്തി ആരാൻ? ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ അത് വേണ്ട, റൂഹ് പിടിക്കുന്ന ആളാരാൻ? അസ്രായിൽ അലൈഹിസ്സലാം. അപ്പൊ എന്തായാലും അദ്ദേഹം വരുമെന്ന് ഉറപ്പല്ലേ? അദ്ദേഹം തന്നെ ഈ പണി ഏറ്റെടുത്താൽ റാഹത്തായി. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഈ കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ സഹോദരൻ ഈ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരം എന്ത് വേണം? 5 വഖത്ത് നമസ്കാരം ചിട്ട വെക്കണം. ചിട്ട വെച്ചാൽ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. കലിമ എല്ലാം പറ്റും. ആ സമയത്താണ് 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് അവരോട് ചോദിക്കുന്നത്, ഐന ബദനുക്കൽ ഖവിയ്യ, നിന്റെ ആരോഗ്യമുള്ളതാകുന്ന ശരീരം എവിടെ പോയി? നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി? വമാ അൽഅഫഹുൽ ലൗം, ആ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തി. അപ്പൊ ഒന്നാമത്തെ മലക്കിന്റെ ചോദ്യം ഇതാണ്, ഐന ബദനുക്കൽ ഖവിയ്യ, നിന്റെ ആരോഗ്യമുള്ളതാകുന്ന ശരീരം എവിടെ പോയി? വമാ അൽഅഫഹുൽ ലൗം, ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? മലക്ക് വന്ന് ചോദിക്കാൻ. ഇവിടെ ശ്രദ്ധിക്ക്, മരിക്കാൻ കിടക്കാൻ അവന്റെ ചാരത്ത് 5 മലക്ക് വന്നിട്ട് ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് നീങ്ങി നിന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മറുപടി പറയാൻ പറ്റൂല, കേട്ടോണ്ട് കിടക്കാനേ പറ്റുള്ളൂ. കാരണം സക്കറാത്തിന്റെ ഹാലാണ്. നിന്നോട് ചോദിക്കാണ് മലക്ക് നിന്നെ കുറ്റപ്പെടുത്താൻ. ഐന ബദനുക്കൽ ഖവി, നീ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നില്ലേ? നമസ്കാരം ചിട്ടവെക്കാതെ പള്ളിയുടെ മുറ്റത്തൂടി സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നീങ്ങിയവനല്ലേ? ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്ന്. ഇന്നെന്താ അനങ്ങാപ്പാറയായിട്ട് നീ കിടക്കുന്നത്? എന്ത് പറ്റിയാടാ നിനക്ക്?
ഈ പള്ളിയുടെ മുറ്റത്തല്ല മുണ്ടൊക്കെ മടക്കി കുത്തി സിഗരറ്റ് വലിച്ച് വിനാരത്തിന്റെ വലിപ്പത്തിലോട്ട് കറക്കി വിട്ടവരല്ലേ. സിഗരറ്റ് എങ്ങനെ വലിക്കണമെന്നും ഏത് കൈ കൊണ്ട് പിടിക്കണമെന്നും എങ്ങനെയാണ് അത് ഊതണ്ടെന്നും അത് റൗണ്ട് ചെയ്തുകൊണ്ട് പുക പുറത്തുവിടണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നിന്റെ കൂട്ടുകാരെ നീ പഠിപ്പിച്ചവനല്ലേ, മൂക്കിലൂടെ വിടാൻ പഠിപ്പിച്ചവനല്ലേ. എന്റെ പുക മൂക്കിൽ കൂടെ വിട്ട് പഠിപ്പിച്ച് ചെവിയിൽ കൂടെ വിട്ട് പഠിപ്പിക്കുന്ന ടീംസ് ഉണ്ട്. അങ്ങനെ പല മോഡലുകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇതൊന്നും അല്ല, കയ്യിൽ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വലിക്കുന്നവരുണ്ട് സിഗരറ്റ്. ഞാനൊരു സ്ഥലത്ത് വന്നപ്പോൾ ഉണ്ട് 10 ഇങ്ങനെ വെച്ചിട്ട് 50 മോതിരം ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു, കഞ്ചാവ് അടിച്ചിരിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം, നിങ്ങൾ മന്ത്രിച്ചു തരാം നമ്മളെ കണ്ടപ്പോൾ. ഇതാ ആൾക്കാർ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുള്ളവരോടൊക്കെ പോയി നമ്മൾ വണങ്ങാനും നിൽക്കും. അഹ്ലുസുന്നത്തിന്റെ ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരികയാണ്. നമുക്ക് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മഹലിലെ ഇമാമിങ്ങളുണ്ട്, അവർ മതി. അവരാണ് നമ്മുടെ ഏറ്റവും വലിയ മശായിഖന്മാർ. അവരുടെ ഉസ്താദുമാർ അവർ പരിചയപ്പെടുത്തി തരും. കൂടുതൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഉന്നതരായ ആളുകൾ. വേറെ പുറത്തേക്കൊന്നും പോകണ്ട. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അല ത്വആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹ്വാതി വശഹവാതി വൽ ഹഫവാത്. വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം തന്നെ അൽ ആരിഫു ബില്ലാഹ് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവുള്ള വ്യക്തിക്ക് എന്തു പറയാവുള്ളൂ? വലിയ എന്ന് തന്നെ പറയാവുള്ളൂ. അല്ലാതെ കാണുന്ന ഒരു വ്യക്തിയെ കയ്യിൽ 50 മോതിരം ഇട്ടുകൊണ്ട് പച്ച പൊതിച്ചിരിക്കുന്നതാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്കും വലിയാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല. അയാൾക്ക് എന്ത് വേണം? അൽ ആരിഫ് ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അഗാധമാകുന്ന അറിവ് വേണം. എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ള ആളെ കുറിച്ച് വലിയെന്ന് പറയുള്ളൂ. ഒരു മസല ചോദിക്കുമ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ കയറുന്നവനല്ല അയാൾ. വലിയല്ല, മനസ്സിലായിക്കോ. വലിയ എന്ന് പറയാൻ അതിന്റെ ഒന്നാമത്തെ നിർവചനം തന്നെ അൽ ആരിഫ് ബില്ലാഹ് എന്നാണ്. ഹസ്ബമാ യുംകിൻ, പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചു, ആ രീതിയിൽ പഠിച്ചു. വഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉസ്തു ബഹറൽ ഉലൂമി മിൻ കുല്ലി ഫന്നി സുർതു ഫിൽ അസ്രി ഔഹദൽ ഉലമാഇ. ബഗ്ദാദിന്റെ മണ്ണിലേക്ക് 18-ാമത്തെ വയസ്സിൽ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മഹാനുഭാവൻ 33 വർഷമാണ് ഇൽമ പഠിച്ചത്. പഠിച്ചു തീർന്നപ്പോൾ വയസ്സ് 51ആയി. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഉസ്തു ബഹറൽ ഉലൂമി മിൻ കുല്ലി ഫന്നി സുർതു ഫിൽ അസ്രി ഔഹദൽ ഉലമാഇ. വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ എല്ലാ ഫന്നുകളിലും ഞാൻ മുങ്ങിക്കുളിച്ചു. ഹദീസ് വേണോ പരിപൂർണമായി പഠിച്ചു, ഖുർആനിന്റെ വിശദീകരണം വേണോ, തഫ്സീറുകൾ വേണോ, എല്ലാം ഞാൻ മുങ്ങിക്കുളിച്ചു. എല്ലാ തർക്കശാസ്ത്രത്തിലും നിദാനശാസ്ത്രത്തിലും എല്ലാത്തിലും ഞാൻ നിപുണനായി. അക്കാലഘട്ടത്തിലെ ഒറ്റമുത്തായി ഞാൻ നിലകൊണ്ടു എന്ന് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 33 കൊല്ലം ഇൽമ പഠിച്ചു എന്ന്. ആര്? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ഉസ്താദുമാരെടുക്കൽ മശായിഖന്മാരെടുക്കൽ പോയി ഇൽമ പഠിച്ചു. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ ദീനിനെ ജീവിപ്പിക്കുന്നവരായിട്ട് മാറിയത്. എന്ന് പറഞ്ഞാൽ ദീനിനെ ജീവിപ്പിക്കാൻ മാത്രമുള്ളതാകുന്ന ഇൽമ അവർക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുത്തു, ദീനിന്റെ വഴിത്താരയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു. ഇതൊക്കെ ഇൽമ പഠിക്കുക. ഇന്നിപ്പോ ഇക്കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനാകണമെങ്കിൽ എത്ര കൊല്ലം? 8 കൊല്ലം മാക്സിമം. 2 കൊല്ലം കോളേജിൽ പോയാൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി. ബിരുദം എടുത്തവരെ ഇറങ്ങി അല്ലേ? അത് തന്നെ എത്ര നാൾ ലീവ്, കാര്യങ്ങൾ, വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല, 24 മണിക്കൂർ സദാസമയം വീട്ടിലേക്കൊന്നും തിരിച്ചു പോക്കില്ല. 33 കൊല്ലം അങ്ങ് പഠിക്കാൻ. നമ്മൾ സുബ്ഹാനല്ലാഹയുടെ എണ്ണം പറയും. 33 കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോ 18-ാമത്തെ വയസ്സിൽ പഠിക്കാൻ പോയതാണ്. പഠിച്ചു തീർന്നപ്പോ വയസ്സ് എത്രയായി? 18 + 33 എത്രയായി? ഞാൻ പറഞ്ഞായിരുന്നു 77. ഇപ്പൊ കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങണം. 51. എത്രയാണ്? 51 വയസ്സായി മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു.
ഒക്കെയാണ് അവിടുത്തെ ഇൽമ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അവരതുകൊണ്ടാണ് ഔലിയാക്കളുടെ മേലെയായത്, കുത്തുബായത്, കുത്തുബിൽ അഖ്താബ്, ഔലിയാക്കളുടെ നേതൃത്വം. വൈദ്യ ശൈഖ് റളിയല്ലാഹു അൻഹു 70 ആളുകളെ വലതു ഭാഗത്തിരുത്തും, 70 പേരെ ഇടത്തിരുത്തും. എന്നിട്ട് വലത്തിരുത്തിയവരെ ഇങ്ങനെ 1 മുതൽ 70 വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേക്കും അവരൊക്കെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തുമെന്നാണ്. നോട്ടം കൊണ്ട് തന്നെ വിലായത്തിലേക്ക് എത്തും, വലിയാക്കി കളയും. അള്ളാഹു അവരുടെയൊക്കെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് നമ്മളെ അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. പറയാനാണ് അതൊക്കെ ഒരുപാട് പറയണം. അതൊക്കെ നമുക്ക് ആണ്ട് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. എന്നാൽ അവരുടെ ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രതിപാദിച്ചത് മാത്രം. 4 വിവാഹം കഴിച്ചു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എത്ര വിവാഹം കഴിച്ചു? എത്ര മക്കളുണ്ട്? 49 മക്കൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഒക്കെ മനസ്സിലാക്കണം. റാത്തീബ് എല്ലിയിട്ട് അകത്തായിട്ട് നല്ല നെയ്ച്ചോറാ കേട്ടോ, ഇച്ചിരി ഉപ്പ് ഇറച്ചിക്ക് കൂടിപ്പോയിട്ടുണ്ട്. ഇതും പറഞ്ഞ് പോകുന്നതല്ല, മുഹീദ്ദീൻ ശൈഖുകാരാൻ. നമ്മുടെ കൗമിനൊന്നും അറിയില്ല, ഒക്കെ പഠിക്കണ്ടേ. 4 വിവാഹം, 49 മക്കൾ, 27 ആൺമക്കൾ, 22 പെൺമക്കൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പ റളിയല്ലാഹു അൻഹു എന്ന് പറ. പച്ചാപ്പാടെ പേര് കേട്ടോ അനങ്ങാതിരിക്കുക. പിന്നെ നമുക്കെന്ത് മുഹീദ്ദീൻ റളിയല്ലാഹു. അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് നമസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ ഓതിപ്പടിച്ച് വിലായത്തിന്റെ പട്ടം കിട്ടിയ വലിയ മഹാനാണ് അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരാണ്. അദ്ദേഹമാണ് മുഹീദ്ദീൻ ശൈഖിനെ മയ്യിത്ത് നമസ്കരിച്ചത്. വാപ്പ മരിച്ചപ്പോൾ മയ്യിത്ത് നമസ്കരിച്ചത് ബഹുമാനപ്പെട്ടവരാണ്. 22 പെൺമക്കൾ, 21 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ജീവിച്ചിരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 49 മക്കളിൽ 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 14 ആൺമക്കളും ബാക്കി പെൺമക്കളും. എത്ര പേര് മരണപ്പെട്ടു പോയി? 35 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 ആണും ഒരു പെണ്ണുമാണ് ജീവിച്ചിരുന്നത്. 14 പേര് ടോട്ടൽ വലുതായി ജീവിച്ചെന്നർത്ഥം. ബാക്കിയൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോവാണ്. പക്ഷെ അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും നിലകൊണ്ടു. മക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതാകുന്ന ഏതെങ്കിലും രക്ഷിതാക്കൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ, ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും സായം സന്ധിയിൽ നമ്മുടെ മക്കൾ അങ്ങനെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. കാരണം അള്ളാഹു തിരഞ്ഞെടുത്തതാകുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ളതാകുന്ന സംഭവങ്ങൾ ഉണ്ടാവുക. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുതൽ നിങ്ങൾ ഇങ്ങനെ ചേർത്ത് നോക്കി, ഒക്കെ മക്കള് ചെറുപ്പത്തിലെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. മുത്തുനബിക്ക് ഇബ്രാഹിം എന്ന മകൻ മരണപ്പെട്ടു പോയി, അബ്ദുള്ള എന്ന പൊന്നുമോൻ മരണപ്പെട്ടു പോയി, അല്ലേ? എന്നതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 35 മക്കളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. അവരൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അപ്പോഴൊക്കെ ബഹുമാനപ്പെട്ടവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞ് ക്ഷമ അവലംബിച്ചുകൊണ്ട് നിലകൊണ്ടു. അവരൊക്കെ ഭയങ്കര അറിവായിരുന്നു. 33 കൊല്ലമാണ് ഇൽമ പഠിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ വിലായത്തിന്റെ പട്ടം കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകെ കാണുന്നവരൊക്കെ നമ്മൾ വലിയാക്കാൻ തുനിയേണ്ടതില്ല. അങ്ങനെ നമുക്ക് ഈ ലോകത്ത് വലിയ എണ്ണം കൂട്ടേണ്ട ആവശ്യവുമില്ല. ഇഷ്ടംപോലെ ഔലിയാക്കൾ നമ്മുടെ നിറസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് നമ്മുടെ നാടുകളും പരിസര പ്രദേശങ്ങളും. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. പിന്നെ ഒരു പുതിയ വലിയനെ നമ്മൾ ആരും സൃഷ്ടിച്ചെടുക്കേണ്ട കാര്യമില്ല. അതിന്റെ പുറകെ നിങ്ങൾ കൂടുകയും വേണ്ട. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഉസ്താദുമാർ അവരാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരോട് പറയുക. ഇനി ആ ഉസ്താദിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവര് പറയും, അവര് സജഷൻ ചെയ്യും. നമുക്ക് എന്റെ ഉസ്താദ് ഉണ്ട്, അദ്ദേഹം എന്നെക്കാളും വലിയ മഹാനാണ്, നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവാം എന്ന് പറയും. അപ്പൊ നമ്മൾ അവരുടെ അടുക്കലേക്ക് പോകും. അതിനപ്പുറത്തേക്ക് നമ്മൾ ആരെയും തേടിപ്പിടിച്ച് നമ്മളതിന്റെ പുറകെ ഓടേണ്ടതില്ല എന്നാണ് ഞാൻ. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമിന്റെ അഹ്ലുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഏതായിരുന്നാലും തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയത്ത് മലക്ക് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യത്തിന് മനുഷ്യന് മറുപടി കൊടുക്കാൻ സാധിക്കുമോ? നമുക്ക് എന്താ മറുപടി കൊടുക്കാൻ പറ്റുക? നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കണക്കെടുക്കാൻ പറ്റൂല. ഇന്നത്തെ ദിവസം മൊത്തവും രാവിലെ സുബഹി മുതൽ ഇതുവരെയുള്ളത് എഴുതി തീർക്കാൻ പറഞ്ഞാൽ പോലും മിനിറ്റ് വെച്ച് നമുക്ക് എഴുതി തീർക്കാൻ പറ്റൂല. അത്രമേൽ തിന്മയും അത്രമേൽ മോശമായ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെങ്ങനെ പ്രായപൂർത്തി എത്തിയ തലം മുതലുള്ളത് എങ്ങനെ എഴുതും? ഇതൊക്കെ എഴുതുന്ന രംഗമുണ്ട് കേട്ടോ ഖബറിൽ. അള്ളാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ.
ഖബറിൽ ഇതെല്ലാം കഫംപുടയിലേക്ക് എഴുതുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ ഇതെല്ലാം എഴുതും. റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയും. നീ അപ്പോൾ എല്ലാ നന്മ തിന്മകളും നിന്റെ കഫംപുടയിലേക്ക് രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബറിൽ ഒരു മലക്ക് വരും. ആ മലക്കിന്റെ പേരാണ് റൗമാൻ. ആദ്യമായി ഖബറിൽ വരുന്ന മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. ഈ മലക്കാണ് ആദ്യം വരുന്നത്. ഫയഖൂലു ലഹു, അവരോട് പറയുമത്രേ, ഉക്തുബ് അമലക, നീ നിന്റെ അമലിനെ രേഖപ്പെടുത്തണേ. ഉടനെ അവൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് രേഖപ്പെടുത്തുക? എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ, എന്റെ കയ്യിൽ പേപ്പറില്ലല്ലോ. ഉടനെ പറയുമത്രേ, കഫനുക ഖിർതാസുക വമിദാദുക റീഖുക വയസ്ബഉക ഖലമുക. നിന്റെ വിരലിന്റെ തുഞ്ചമാണ് നിനക്കുള്ള പേന, നിന്റെ വായിൽ കിടക്കുന്നതായ ഉമനീരാണ് നിന്റെ മഷി. നിന്റെ വിരലിന്റെ തുഞ്ചം പേനയാക്കി വായിൽ കിടക്കുന്നതായ ഉമനീര് മഷിയാക്കി ആ വായിൽ കിടക്കുന്ന ഉമനീരിൽ മുക്കിക്കൊണ്ട് നിന്റെ കഫംപുടയാകുന്ന പേപ്പറിലേക്ക് മുഴുവനും രേഖപ്പെടുത്തണമെന്ന് മലക്കവനോട് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദിൻ. ഒരൊറ്റ ദിവസം ചെയ്തതാകുന്ന നന്മ തിന്മകൾ പോലെ ദുനിയാവിൽ അവൻ ജീവിച്ചതാകുന്ന കാലഘട്ടത്തിൽ ചെയ്ത എല്ലാ നന്മ തിന്മകളും മുഴുവനും ഒരൊറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് അവന് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാം എഴുതും, കഫംപുടയിലേക്ക് എഴുതി വെക്കുമെന്നാണ്. ഇതൊക്കെ ഖബറിൽ നടക്കുന്ന രംഗങ്ങളാണ്. ചുരുക്കത്തിൽ പഠിക്കാൻ ഒരുപാടുണ്ടെന്നർത്ഥം. ഇനിയുള്ള ഈ രംഗങ്ങളാണ് സത്യത്തിൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. ഈ മരണവും ഈ ഖബറും ഒക്കെ മനുഷ്യൻ പഠിക്കണം. പഴയ കാലഘട്ട പ്രഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ നിഴലിച്ചിരുന്നത് ഇതായിരുന്നു. മരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. കാരണം മനുഷ്യൻ അപ്പോഴാണ് നന്നാവാൻ തുനിയുകയുള്ളൂ. അപ്പോഴേ അവൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരികയുള്ളൂ, സുഹൃതത്തിലേക്ക് അവൻ വരികയുള്ളൂ. കുടുംബബന്ധം ശാക്തീകരിച്ച് നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ തയ്യാറാകുന്നത് ആ സമയത്താണ്. മരണം ചിന്ത വരുമ്പോൾ, ഖബർ ചിന്ത വരുമ്പോൾ, മഹ്ശറയുണ്ടെന്നറിയുമ്പോൾ, നരകത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുമ്പോൾ, സ്വർഗമുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ, അതിൻ്റെ അനുഭൂതികളും ആസ്വാദനങ്ങളും മനുഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നന്മ തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. അത് ഖബറിന്റെ അവസ്ഥയാണ്. അത് വിശാലമായി പറയേണ്ടതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നിന്റെ ആരോഗ്യ കാലഘട്ടത്തിൽ നീ ഏതൊക്കെ നന്മകൾ നീ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ട്, ഈ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരും ഒരു വേളയൊന്ന് ചിന്തിക്കാൻ. എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ? തീർന്നില്ല. മലക്കവനോട് ചോദിക്കുകയാണ്. രണ്ടാമത് വീണ്ടും ആ മലക്ക് ചോദിക്കുമത്രേ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ നാവിനെന്ത് പറ്റിയടാ, നിന്റെ നാവിനെന്ത് സംഭവിച്ചടാ? വമാ അസ്കതഹുൽ ആ നാവിനെ അശക്തമാക്കിയ വസ്തു എന്താണ്? നാവിന്ന് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിന്റെ നാവ് എത്തിപ്പെട്ടു പോയല്ലോ. ഇന്ന് നാവ് നീ അനക്കുന്നില്ല, ഒരു നന്മയ്ക്ക് വേണ്ടിയും നിന്റെ നാവ് വാദിക്കുന്നില്ല. നിന്റെ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് പറയാൻ നിനക്ക് കഴിയുമായിരുന്നു. നിന്റെ നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് ചൊല്ലാൻ കഴിയുമായിരുന്നു. നിന്റെ നാവ് കൊണ്ട് അല്ലാഹു അക്ബർ പറയാൻ കഴിയുമായിരുന്നു. നിന്റെ നാവ് കൊണ്ട് അല്ലാഹ് എന്ന് വിളിക്കാൻ കഴിയുമായിരുന്നു. നിന്റെ നാവ് കൊണ്ട് സിക്റും സ്വലാത്തിലുമായി കഴിഞ്ഞുകൂടാൻ കഴിയുമായിരുന്നു.
കഴിയുമായിരുന്നു. നിന്റെ നാവ് കൊണ്ട് സെൻട്രൽ ജമാഅത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ദിക്ർ ഹൽക്കിലേക്ക് കടന്നിരുന്നുകൊണ്ട് ഒരുപാട് ദിക്റുകളെ ചൊല്ലിക്കൂട്ടാൻ നിനക്ക് കഴിയുമായിരുന്നു. ആ നാവ് കൊണ്ട് ഫനായും ഫസാദ് പറഞ്ഞുകൊണ്ട് നടന്നില്ലയോ? അയൽവാസികളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കൂട്ടുകാരെ കുറിച്ച്, ബന്ധുക്കളെ കുറിച്ച്, എല്ലാവരെ കുറിച്ചും ഫനായും ഫസാദും പറഞ്ഞില്ലയോ? വാട്സാപ്പിലൂടെ വോയിസ് കോട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിന്റെ നാവ് നീ മലിമസപ്പെടുത്തിയില്ലയോ? ആ നാവിനെ എന്ന ശക്തമാക്കിയ വസ്തു എന്താണ്? എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ? മറുപടി പറയാൻ മുസ്ലിമേ സാധിക്കുമോ, കഴിയുമോ? മറുപടി പറയാൻ കഴിയുമോ? തൊണ്ടക്കുഴി റൂഹത്തിൽ നിൽക്കുകയാണ്. ആ സമയത്തുള്ള ചോദ്യമാണ്. മലക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഐന ലിസാനുക്കൽ ഫസീഹ്, നല്ല വാക്ചാതുര്യത്തോടുകൂടി ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിച്ചവനല്ലേ, അസ്കതഹുല്ലവും, ഇന്ന് നിന്റെ നാവിനെ ചലനശേഷി നഷ്ടപ്പെടുത്തിയ വസ്തു എന്താണ്? നീ ഉണ്ടായിരിക്കുന്നത് എന്താണ്? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. 10 ആള് കൂടുമ്പോ വർത്തമാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നവനല്ലേ നീ? എനിക്ക് നല്ല വാക്ചാതുര്യമുണ്ടെന്ന് പറഞ്ഞ് 10 പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ താറടിച്ചുകൊണ്ട് കടകമ്പോളങ്ങളിൽ ഇരുന്നുകൊണ്ടും ചായപ്പീടികളിൽ ഇരുന്നുകൊണ്ടും ജനങ്ങളുടേതാകുന്ന മാംസം തിന്നവനല്ലേ നീ? എന്ത് പറ്റിയടാ നിനക്ക്? അപ്പൊ നീ എന്താ നാവ് ചലിപ്പിക്കാത്തത്? രാവിലെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് നീ ജമാഅത്തിന് വന്നത് തന്നെ നമസ്കാരം കഴിയുമ്പോ, ദുആ കഴിയുമ്പോ ആദ്യം തന്നെ ഇറങ്ങിയിട്ട് അങ്ങാടിയിൽ കാണുന്ന ചായക്കടയിൽ കയറി പീടിയിലിരുന്നു കൊണ്ട് പത്രം വായിച്ചിട്ട് ആലിമീങ്ങളുടെയും ഉലമാഇന്റെയും മുത്തഅല്ലിമീങ്ങളുടെയും നാട്ടിലുള്ള സജ്ജനങ്ങളുടെയും സഹോദരിമാരുടെയും പച്ചമാസം രാഷ്ട്രീയ മീമാംസകൾ കലർത്തിക്കൊണ്ട് നീ സംസാരിച്ചവനല്ലേ? എന്ത് പറ്റി നിന്റെ നാവ് നിനക്ക് ചലനമറ്റു പോയത് എന്തുകൊണ്ട്? മലക്ക് ചോദിക്കാൻ, പറയടാ, നിനക്കെന്ത് പറ്റി? എന്ത് പറ്റി? നീ ആരായിരുന്നു ഒരു കാലഘട്ടത്തിൽ? സമൂഹത്തെ മുഴുവനും നാവ് കൊണ്ട് വിറപ്പിച്ചു നിർത്തിയവനല്ലേ? നിനക്കെന്തേ മറുപടിയില്ലാതെ പോയത്? നിന്റെ നാവിന് ചലനശേഷി നഷ്ടപ്പെട്ടു പോയത് എന്താണ്? ഈ നാവ് വലിയ പ്രശ്നമാണ് കേട്ടോ. ഈ നാവുണ്ടെങ്കിൽ നാളെ റബ്ബിനെ കാണുമ്പോൾ അൽഹംദുലില്ലാ പറയാൻ കഴിയും. ഈ നാവ് നല്ലതുപോലെ കൊണ്ടു നടന്നാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, وقالوا الحمد لله الذي صدقنا وعده وقالوا الحمد لله الذي صدقنا وعده. നാളെ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിനെ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ വിശ്വാസികളാകുന്ന മുഅ്മിനീങ്ങൾ, ഈ ദുനിയാവിൽ നാവ് കൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്തവർ, ദിക്ർ ഹൽക്കക്ക് നേതൃത്വം കൊടുത്തവർ, അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് കൂടിയവർ, പടച്ച റബ്ബിന്റെ നാമങ്ങളെ വിളിച്ചുകൊണ്ട് കൂടിയവർ, സ്വലാത്തുകൾ അധികരിപ്പിച്ചതായ ആളുകളെ കുറിച്ച് ഫനായും ഫസാദും പറയാതെ നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും ചെയ്തിട്ടുള്ളതായ നാവിന്റെ അഖിലുകാർ അവർക്ക് പറയാൻ സാധിക്കുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ സദഖനാ വഅദ, ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സർവകാര്യങ്ങളും വാസ്തവീകരിച്ച അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. സ്വർഗം നേരിട്ട് കാണുമ്പോൾ, റബ്ബിനെ നേരിട്ട് കാണുമ്പോൾ മോമിനിന് പറയാൻ സാധിക്കും. അവൻ പറയും അൽഹംദുലില്ലാ എന്ന് പറയും. ഈ നാവ് കൊണ്ട് തന്നെ അവൻ ആരാകണം? ഈ ദുന്യാവിൽ നന്മ ചെയ്തുകൊണ്ട് നല്ലത് ചിന്തിച്ച് നല്ലത് പറഞ്ഞ് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറെ അമലുണ്ട്, കൈ തസ്ബീഹുണ്ട്, നാവ് മൊത്തം ഹറാബ. കൈ തസ്ബീഹ് ഇരിക്കുമ്പോഴും മോളെ ചാനൽ മാറ്റിയേക്ക് എന്ന് പറഞ്ഞ തീമാണെങ്കിൽ പോയി. ഈ തസ്ബീഹുണ്ട്, പക്ഷെ പ്രവർത്തനം വേറെയാണ്. നാവ് കൊണ്ടുള്ള വർത്തമാനം, കൈ തസ്ബീഹ് ഇരിക്കുമ്പോൾ ചീത്തയും അനാവശ്യമായ വർത്തമാനങ്ങളുണ്ട്. അയൽവാസികളായിട്ട് പോരടിക്കാൻ,
കൽബ് ശരിയല്ല, നാവ് ശരിയല്ല, റോഡിൽ ഇറങ്ങിയിട്ട് ചീത്തയും അതും ഇതും പറയാൻ, അയൽവാസികളായിട്ട് എപ്പോൾ കണ്ടാൽ പോര്, ഈ രീതിയിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പോയില്ലേ, എല്ലാ അമലും പോവും. ഇതൊക്കെ മരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കുക. മലക്കൾ വന്ന് കുറ്റപ്പെടുത്തുമ്പോ അപ്പോഴാണ് തിരിച്ചറിയുക. പക്ഷെ ഒരു തിരിച്ചുപോക്ക് ഇനിയുണ്ടോ? ഇനി തിരിച്ചുപോക്കില്ല. തിരിച്ചുപോക്കുണ്ടെങ്കിൽ ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് അവനോട് ബോധോദയം ഉണ്ടായിട്ട് പടച്ചവന് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നീടുള്ള കുറഞ്ഞ കാലഘട്ട ജീവിതത്തിലെങ്കിലും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം, നല്ലത് പറയാം, എല്ലാവരോടും നല്ലത് പറഞ്ഞിട്ട് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി സ്വലാത്തിലായി മുന്നോട്ട് പോകാം. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് പറയുമ്പോഴേക്കും അടുത്തിരിക്കുന്നവന്റെ മുസല്ലയിൽ നോക്കി അവന്റെ വായിലും നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞ് കൈപിടിച്ച് എങ്ങനെയെങ്കിലും കൈപിടിച്ചിട്ട് ദുആ ചെയ്ത് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്ന മാനവന് ആ നിലയിൽ നിലകൊള്ളുന്ന മുസ്ലിം സഹോദരിമാര് ദിക്റില്ലാതെ, നമസ്കാരമില്ലാതെ, സലാത്ത് ചെല്ലാതെ, നാവ് കൊണ്ട് അന്യന്റേതാകുന്ന പച്ചമാസം തിന്നുകൊണ്ട് ജീവിക്കുന്നതാകുന്ന സഹോദരിമാർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ എത്ര പേര് ചൊല്ലിത്തീർത്തിട്ടുണ്ട്? കുറഞ്ഞ പക്ഷം 1 ലക്ഷമെങ്കിലും ചൊല്ലിത്തീർത്ത എത്ര മുഅ്മിനീങ്ങളുണ്ട്? പാപ്പ മരിച്ചപ്പോ ചെല്ലിയ കണക്കുണ്ടാവും, അതോടെ വെച്ചേക്ക്. അതല്ല ഈ പറയുന്നത്. ഇമാം താവൂസ് റളിയല്ലാഹു അൻഹു താബികളിൽ പ്രമുഖനായ മഹാനുഭാവന് പറയുന്നു, മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഅ്മിനോ 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി ഹദിയ ചെയ്താൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം അവർക്കെത്തും. അതിന്റെ ഒരു നന്മയുടെ വശം ഈ ചൊല്ലിയവർക്കും ലഭിക്കും. ഇമാം താവൂസ് റളിയല്ലാഹു അൻഹു താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ അഹ്ലുകാർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സമൂഹത്തിൽ മുന്നോട്ടാകാനുള്ള കാരണം. അല്ലെ, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യൂലേ? മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മഗ്‌രിബിന് ശേഷം ഒരു യാസീൻ ഓതിയിട്ട് എല്ലാവരും ഇരുന്നിട്ട് ചൊല്ലി തീർക്കും. 70,000 ഏറ്റവും ചുരുങ്ങിയത് ആകാൻ വേണ്ടി 7 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 11 കൊണ്ടോ. ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7 അയ്യാം. മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തികളെ ഖബറിൽ 7 ദിവസം വരെ ചോദ്യോത്തരമുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ 7 മുസ്ലിയാരെ എന്താ 7-ന് അസുല് വല്ലതും ഉണ്ടോ? അസുലിതാൻ മരിച്ചു കഴിഞ്ഞാൽ 7 വരെ ഖബറിൽ ഫിത്ന ഉണ്ടാകും, ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും. ചില ആളുകൾക്കെന്നല്ല മുഅ്മിനീങ്ങൾക്കുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി ആ ചോദ്യോത്തര വേളയിൽ ഫകാന യുഹിബ്ബൂന അൻ യുത്ഇബുഹും തിൽക്കൽ അയ്യാം. മുൻഗാമികളാകുന്ന സ്വഹാബത്ത് അക്കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നല്ല ഭക്ഷണം വെച്ച് അവർ നിയത്ത് ചെയ്തുകൊണ്ട് നൽകുമായിരുന്നു. ഫകാന യുഹിബ്ബൂന അൻ യുത്ഇബുഹും തിൽക്കൽ അയ്യാം. ഈ മരണപ്പെട്ടു പോയതാകുന്ന ദിവസങ്ങളെ ഓർത്തിട്ട് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ഉമ്മയാണോ ഉമ്മയ്ക്ക് വേണ്ടി, വാപ്പയാണോ വാപ്പയ്ക്ക് വേണ്ടി, കുടുംബത്തിൽപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി 7 ദിവസങ്ങളോളം ഭക്ഷണം വെച്ചിട്ട് പാവങ്ങൾക്ക് നൽകിയിട്ട് അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് വേണ്ടി നിയത്ത് ചെയ്യുമായിരുന്നു. ഇത് മുൻഗാമികളുടെ ശൈലിയാണ്. അള്ളാഹു ആ ശൈലി നമുക്ക് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. അതിന്റെ നമ്മൾ 3-7 അസിലുള്ളതാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാക്കിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റോ അഫ്ളലു മാ അന വഖുൽതു വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന സർവ്വ പ്രവാചകന്മാരും ഈ ലോകത്ത് അത്യുത്തരം പ്രഖ്യാപിച്ചതാകുന്ന വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലിമ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നമ്മൾ എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? 1 ലക്ഷം ചൊല്ലിയവർ എത്ര പേർ? മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടിയല്ല, അവനവൻ സ്വന്തം മരിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഈ ദിക്ർ കൂട്ടാളിയാകണമെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തത്തിന് വേണ്ടി ചൊല്ലിത്തീർത്ത ഉമ്മമാരുണ്ടോ ഉപ്പമാരുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഈ കൊറോണയുടെ ഘട്ടം ഇത്രയും കിട്ടിയല്ലോ, 1 വർഷത്തോളം കിട്ടി, ചൊല്ലിത്തീർക്കാമായിരുന്നു. എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? നമുക്ക് പാളിച്ചകൾ പലതും വന്നു. നമസ്കാരങ്ങൾ ശീലിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയി പള്ളിയിൽ. എന്നാലും അൽഹംദുലില്ലാഹ് കുടുംബങ്ങളിൽ നമ്മൾ ജുമുഅ നമസ്കരിച്ചു. കുടുംബങ്ങൾ ഒപ്പം തന്നെ നമ്മൾ ജമാഅത്ത് നമസ്കരിച്ചു. ജുമുഅ നമസ്കാരം നമ്മൾ ജമാഅത്തായിട്ട് ളുഹർ നമസ്കാരമാക്കി. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ നമ്മൾ ആ സമയങ്ങളിൽ ഉപയോഗക്രമപ്പെടുത്തി. തറാവീഹ് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് നമസ്കരിക്കാൻ പഠിച്ചു. അതിന്റെ ഇമാമത്ത് എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിച്ചു. അങ്ങനെ പല നന്മകളും ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം അവിടെ നിൽക്കട്ടെ, എത്ര ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട്? ഇതൊരു ദിക്ർ ഹൽക്കയുടെ വാർഷികം കൂടിയാണല്ലോ പെരുമാതുറ സെൻട്രൽ ജമാഅത്ത് നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എത്ര പേർ അവനവന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി ദിക്ർ ചൊല്ലി തീർത്തിട്ടുണ്ട്? 1 ലക്ഷം ചൊല്ലിയവർ എത്ര പേർ? അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മുൻഗാമികളൊക്കെ ലക്ഷക്കണക്കിന് ദിക്റാണ്. 1 ലക്ഷമൊന്നും അല്ല, ലക്ഷങ്ങൾ അങ്ങ് എണ്ണി തീർക്കാൻ, കണക്കില്ലാതെ ചൊല്ലി തീർക്കാൻ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ.
അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണ്? മാ അസ്ഹലു ത്വരീഖ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ ദിക്ർ ചെയ്ത് കൂടണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എപ്പോഴും ദിക്ർ വേണം. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ല, അല്ലാഹുവിന്റെ ദിക്റിലായി നാവ് നനച്ചുകൊണ്ടിരിക്കണം. അലി റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു വന്നാണ്, എന്നാൽ എനിക്ക് ഒരു ദിക്ർ ഇജാസത്ത് നൽകി. നമ്മളൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ, വലിയ സൂഫികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഇല്ലേ ഉസ്താദേ, എനിക്കൊരു ദിക്ർ താ, എൻ്റെ ആഖിറത്തിന് വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി. ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. അപ്പൊ അവരൊരു ദിക്ർ തരും, അത് ഇജാസത്ത് നൽകാണ്. ഇന്ന ശേഷം ഇത്ര വെച്ച് ചെല്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും. ഒരു പക്ഷേ ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും തരുന്നത്, നമ്മൾ ഒരുപാട് ചെല്ലാറുള്ളതായിരിക്കും. പക്ഷെ ഈ അനുവാദം വാങ്ങിച്ചെല്ലുന്നതും അനുവാദമില്ലാതെ കൊട്ടപ്പടി ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. ഒരു ഉസ്താദിൽ നിന്ന്, ഒരു ശൈഖ് അവറുകളിൽ നിന്ന് തന്റെ ശിഷ്യന് അല്ലെങ്കിൽ മുരീദിന് കൊടുക്കുന്നതാകുന്ന ഒരു ദിക്ർ 100 എണ്ണമായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്. ഇത് ഞാൻ ചെല്ലുന്നതാണല്ലോ, 1000 ഞാൻ ഡെയിലി ചെല്ലുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഉസ്താദിന് കൈമാറി കിട്ടിയ ഒരു സനദ്, ഒരു പരമ്പരയുണ്ട്. അത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പരയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്, ആ ഉസ്താദിന് അദ്ദേഹത്തിന്റെ ശൈഖ് അവറുകളിൽ നിന്ന്, അവിടുന്ന് വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ള മഹാന്മാരിൽ നിന്ന്, അതിങ്ങനെ അയിമ്മത്തുകളിലേക്ക്, അത് താബികളിലേക്ക്, അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലേക്ക്, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയിലൂടെ കടന്നു കിട്ടിയതാകുന്ന ആ ദിക്ർ ഇജാസത്ത് കിട്ടി 100 എണ്ണം ചെല്ലുമ്പോഴാണ് ബലം. മനസ്സിലായിക്കോ? അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നമ്മുടെ ഉസ്താദുമാരെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ആഖിറത്തിന് വേണ്ടി ചെല്ലാൻ വേണ്ടിയാണ്, അല്ലാതെ വെറുതെ വാങ്ങാനല്ല. ചിലർക്കുണ്ട് ഉസ്താദെ ഒരു ദിക്ർ, അപ്പൊ നമ്മൾ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കുമ്പോൾ പറയാം, അത് ഞാൻ 20,000 ചെല്ലുന്നതാണ്. വെറുതെ പറയാൻ. 100 ഖുൽ ഹുവല്ലാഹ് എടുക്കുമ്പോൾ പറയും, ഞാൻ 213 ഖുൽ ഹുവല്ലാഹ് ഇല്ലു. വെറുതെ പറയാൻ. അങ്ങനെയുണ്ട് ചില ആളുകൾ, ജാടയിട്ട് വർത്താനം പറയാം. ഇതെല്ലാം ചെല്ലാനാണെങ്കിൽ പിന്നെ നേരം വെളുക്കുന്നേരം വൈകുന്നേരം വരെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. എന്നാലും ദിക്ർ വേണം. വാങ്ങിച്ചു വെക്കുന്നതിലല്ല കാര്യം, വാങ്ങുന്നത് കൃത്യമായി ചെല്ലുന്നതിലാണ് കാര്യം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, എത്ര കുറഞ്ഞതാണെങ്കിലും അത് കൃത്യമായി ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. സയ്യിദുനാ റസൂലുള്ളാഹി 5 വഖത്ത് നമസ്കാരം, അതിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ, സുന്നത്തായ കാര്യങ്ങളൊക്കെ ശീലിക്കുന്നു. തന്റെ കുടുംബാന്തരീക്ഷം ദീനിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100, സ്വലാത്ത് 100, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100, ബിസ്മി ചൊല്ലിക്കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 100, യാ ഹയ്യു യാ ഖയ്യൂം 100. കുറഞ്ഞ ദിക്റേ ഉള്ളൂ. അതുപോലെ ബദ്രിയത്ത് ഓതുന്നവർ അത് കൃത്യമായി, അസ്മാഉൽ ഹുസ്ന ഒരു 11 മോദി, ഇങ്ങനെ കൃത്യമായി അതൊരൊറ്റ ദിവസം മുടങ്ങാതെ പോകുന്നുണ്ടോ അവൻ രക്ഷപ്പെടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇതൊന്നും അല്ല, ഒരു ദിവസം 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, പിന്നെ 10 ദിവസം ഉറക്കാണ്, പിന്നെ ജുമായില്ല ജമാഅത്തും ഇല്ല, ഉറക്കം തന്നെ. കാരണം എന്താ? 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കമൊഴിച്ച് കഴിഞ്ഞ ദിവസം ചൊല്ലിയായിരുന്നു, സുബൈ പിന്നെ ഇല്ല. അങ്ങനെ ആക്കാൻ പാടില്ല. കൃത്യമായി ഇബാദത്ത്, അതിലാണ് കാര്യം. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവനെ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ, നിത്യമായി ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചവൻ. വൈൻ ഖല്ല, അത് എത്ര കുറവാണെങ്കിലും ഈ പറഞ്ഞതാകുന്ന ഫർളുകൾ ഒരുമിച്ച് കൂട്ടി അതിൽ ചെറിയ സുന്നത്തുകളും കൂടി കലർത്തിയിട്ട് വളരെ കുറഞ്ഞ അമലേ ഉള്ളൂ. മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ കബൂലാക്കും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ജീവിതത്തിൽ വേണം. നാവ് കൊണ്ട് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല. സലാത്ത് എത്ര എണ്ണം ചൊല്ലി തീർത്തിട്ടുണ്ട്, എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, എത്ര അൽഹംദുലില്ലാഹ് പറയാൻ സാധിച്ചിട്ടുണ്ട്, എത്ര അല്ലാഹു അക്ബർ പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണേ. മരിക്കാൻ സമയമെടുത്തിരിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നീ അടുത്തിട്ടുണ്ട് മരണത്തോടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് നിന്റെ കാതിൽ മുഴങ്ങി കേൾക്കേണ്ടതാണ്. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അത് വല്ലാതെ ഇടിമുഴക്കം സൃഷ്ടിക്കേണ്ട വചനമാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കാനുള്ളവനാണ്. എത്ര ദിക്ർ എന്റെ ജീവിതത്തിൽ ചൊല്ലിത്തീർക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, എത്ര സലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്,
എത്ര ഇബാദത്തുകൾ എന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, എത്ര ഫർള് നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എത്രയാണ് എനിക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ആ ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതായ അദ്കാറുകൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? അവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹു എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കും. എന്ത് ചെയ്താൽ മതി? സുബഹിക്ക് ശേഷവും മഗ്രിബ് കഴിഞ്ഞും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം വെച്ച്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ? അതിന് സുബഹിക്ക് എഴുന്നേക്കണ്ടേ? എന്നാലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സുബഹിക്ക് എഴുന്നേക്കുന്ന 9 മണിക്കാൻ. അങ്ങനത്തവനോട് ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവ്വല് വഖത്ത് സുബഹി നമസ്കരിക്കും. ആ സുബഹിയുടെ സുന്നത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. എത്ര ശ്രേഷ്ഠതയാണ്! മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കിന് വിശ്വാസിനികളാണ് ഇന്ന് ആ സുബഹിയുടെ സുന്നത്ത് ആ പ്രഭാഷണം കേട്ടിട്ട് നിലനിർത്തുന്നത്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരുപാട് പേര് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. സുബഹിയുടെ സുന്നത്തിന്റെ മഹത്വം, എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെടും, എല്ലാ പ്രയാസങ്ങളും മാറും. അതിൽ ചില സൂറത്തുകൾ വ്യക്തമായി കൊണ്ട് ഓതിയാൽ. ഞാനിപ്പോൾ അതിലേക്കൊന്നും മടക്കുന്നില്ല, കാരണം അങ്ങനെ സമയം നീണ്ടുപോകും. ഞാൻ ഭയക്കാൻ ചുരുക്കി പറയാൻ. പിന്നെ നമ്മളൊരു വാതിൽ വരുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് അമലിനുള്ളത് പറഞ്ഞു തരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ നിർത്തി പറയുന്നത്. ഈ കാര്യങ്ങൾ അതിനു വേണ്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ അമലിന് വേണ്ടിയുള്ളതാണ്. കുറച്ച് മരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് റൂഹ് പിടിക്കുന്ന പറഞ്ഞ് അങ്ങനെ പോകുന്നതിലല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തിരികൊളുത്തണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലുണ്ടാവണം. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ, അതിനൊരു പ്രചോദനമാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സുബഹി കഴിഞ്ഞും മഗ്രിബിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ, വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. സുബഹി കഴിഞ്ഞ് ഉദയം വരെ ദിക്ർ ചൊല്ലി ഇരുന്ന് നോക്കി ഉംറ നിർവഹിച്ച പ്രതിഫലം. സൗദിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, പോകണ്ട. നീ ഇവിടെ നിന്റെ പള്ളിക്കകത്ത് നിന്റെ വീടിന്റെ അകത്തലത്ത് ഉംറ നിർവഹിച്ച പ്രതിഫലം നിന്റെ പടിവാതിക്കൽ ലഭിക്കും. എന്ത് ചെയ്താൽ മതി? സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ അനങ്ങാതെ ആ ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകട്ടെ, സലാത്താകട്ടെ, നിനക്കറിയാവുന്ന രീതിയിൽ ഖുർആൻ പാരായണമാകട്ടെ ചെയ്തുകൊണ്ടിരിക്കണം. قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ അവർ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലി കൂടുന്നവരുണ്ടോ? ഉദയത്തിന്റെ സമയമൊന്ന് ശ്രദ്ധിക്കണേ. പള്ളിയിലേക്ക് കയറുമ്പോ നമസ്കാരത്തിന്റെ സമയം കുറിച്ചിടുന്ന സ്ഥലത്ത് ഉദയത്തിന്റെ സമയം കുറിച്ചിടപ്പെടാറുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നൊന്ന് പഠിച്ചു വെക്കണേ. സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന മനുഷ്യ ആ ഉദയം വരെ ദിക്റിലായി മുസല്ലയിൽ കഴിഞ്ഞുകൂടിയാൽ, ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞാൽ, സലാത്ത് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തഅദിലു ഉംറതൻ താമതൻ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി